ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനേഷ് ലേണിംഗ് PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC LDCയിൽ മലയാളവുമായി ബന്ധപ്പെട്ട PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ്. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറച്ച് മോക്ക് ടെസ്റ്റാണ് നോക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, ഭൗമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഭൗമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം. ആൻസർ വരുന്നത് സ്ഥാനമോഹികൾ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസറായി വരുന്നത്. ഭൗമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം സ്ഥാനമോഹികൾ എന്നാണ്. അടുത്തത്, ഐ റെസ്പോണ്ട് ടു സിറ്റുവേഷൻസ് ആസ് ദ കേസ് മേ ബി എന്നതിൻ്റെ പരിഭാഷ എന്ത്? ഐ റെസ്പോണ്ട് ടു സിറ്റുവേഷൻസ് ആസ് ദ കേസ് മേ ബി എന്നതിൻ്റെ പരിഭാഷ. ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അവസരോചിതം ഞാൻ സംഭവങ്ങളോട് പ്രതികരിക്കുന്നു. ഐ റെസ്പോണ്ട് ടു സിറ്റുവേഷൻ ആസ് ദ കേസ് മേ ബി എന്നതിൻ്റെ പരിഭാഷ വരുന്നത് അവസരോചിതം ഞാൻ സംഭവങ്ങളോട് പ്രതികരിക്കുന്നു എന്നാണ്. അടുത്തത്, ശാസ്ത്രജ്ഞൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതണം? ശാസ്ത്രജ്ഞൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതണമെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ശാസ്ത്രം പ്ലസ് അജ്ഞൻ എന്നാണ്. ഓക്കെ, ശാസ്ത്രം പ്ലസ് ജ്ഞൻ എന്നാണ് ശാസ്ത്രജ്ഞൻ എന്ന പദത്തിന് പിരിച്ചെഴുതാൻ കഴിയുന്നത്. അടുത്തത്, എ മാൻ ഹാഡ് ബീൻ കണ്ടമൻഡ് ടു ഡെത്ത് ഫോർ മർഡർ എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്ത്? എ മാൻ ഹാഡ് ബീൻ കണ്ടമൻഡ് ടു ഡെത്ത് ഫോർ മർഡർ എന്നതിൻ്റെ ശരിയായ പരിഭാഷ. കണ്ടമൻഡ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണ്? ആൻസർ വരുന്നത് കൊലപാതകത്തിന് ഒരു മനുഷ്യൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടു. കൊലപാതകത്തിന് ഒരു മനുഷ്യൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടു. അതായത് കണ്ടമൻ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക എന്നാണ്. കണ്ടമൻഡ് എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചു അല്ലെങ്കിൽ വിധിക്കപ്പെട്ടു എന്നുള്ളത്. കൊലപാതകത്തിന് ഒരു മനുഷ്യൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടു. അടുത്തതായി വരുന്നത്, ആകർഷക ക്രിയ ഏത്? ഈ തന്നിരിക്കുന്നതിൽ ആകർഷക ക്രിയ ഏത് എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഉറങ്ങി എന്നുള്ളതാണ് ആകർഷക ക്രിയ. ഓക്കെ, ഓടിച്ചു, തിന്നു, അടിച്ചു എന്നുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത് പോലെയാണ്. ഉറങ്ങി എന്നുള്ളത് എന്താണ്? ആകർഷക ക്രിയയാണ്. അടുത്തതായി വരുന്നത്, സാമ്പാർ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെത്തിയത്? സാമ്പാർ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെത്തിയത്? ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി, മറാഠിയാണ്. സാമ്പാർ എന്ന പദം മറാഠി ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെത്തിയത്. അടുത്തത്, ഘടകപദങ്ങളിൽ മധ്യമത്തിലുള്ള അർദ്ധസിദ്ധാന്തങ്ങളായ പദങ്ങൾ ലോപിക്കുന്ന സമാസമാണ്. സമാസം ഏതാണെന്നാണ് ചോദ്യം. ഘടകപദങ്ങളിൽ മധ്യമത്തിലുള്ള അർദ്ധസിദ്ധാന്തങ്ങളായ പദങ്ങൾ ലോപിക്കുന്ന സമാസം ഏതാണ്? ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ്. മധ്യമ പദലോപിയാണ്. ഘടകപദങ്ങളിൽ മധ്യമത്തിലുള്ള അർദ്ധസിദ്ധാന്തങ്ങളായ പദങ്ങൾ ലോപിക്കുന്നു. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മധ്യമത്തിൽ മധ്യമ പദലോപി എന്നാണ്. അടുത്തത്, ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത്? ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത്? ആൻസർ ഓപ്ഷൻ എ, കേക. കേക വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയിരിക്കുന്നത്. അടുത്തത്, ഗണം എന്ന് അർത്ഥം വരാത്ത പദമേത്? ആൻസർ ഓപ്ഷൻ എ, അശ്മം. ഗണം എന്ന് അർത്ഥം വരാത്ത പദമാണ് അശ്മം. അടുത്തത്, പാൽമിസ്ട്രി എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏത്? പാൽമിസ്ട്രി എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹസ്തരേഖാശാസ്ത്രം. പാൽമിസ്ട്രി എന്നതിൻ്റെ ശരിയായ പരിഭാഷയാണ് ഹസ്തരേഖാശാസ്ത്രം. അടുത്തത്, ഐ വിൽ ബി ദെയർ അറ്റ് 2 o'clock വിത്തൗട്ട് ഫെയിൽ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏത്? ഐ വിൽ ബി ദെയർ അറ്റ് 2 o'clock വിത്തൗട്ട് ഫെയിൽ എന്നതിൻ്റെ ശരിയായ പരിഭാഷ. ആൻസറായി വരുന്നത് ഓപ്ഷൻ സി ആണ്, തീർച്ച. ഞാൻ 2 മണിക്ക് അവിടെ എത്തിയിരിക്കും. ഓക്കെ, ഐ വിൽ ബി ദെയർ അറ്റ് 2 o'clock വിത്തൗട്ട് ഫെയിൽ എന്നതിൻ്റെ ശരിയായ പരിഭാഷയാണ് തീർച്ച, ഞാൻ 2 മണിക്ക് അവിടെ എത്തിയിരിക്കും എന്നുള്ളത്. അടുത്തത്, വന്ന ഉടനെ വീണുപോയി ഈ വാക്യത്തിൽ അനുപ്രയോഗം ഏത്? പോയി എന്നുള്ളത്. വന്ന ഉടനെ വീണുപോയി എന്ന ഈ വാക്യത്തിൽ അനുപ്രയോഗം വരുന്നത് പോയി എന്നതാണ്. അടുത്തത്, നാമത്തെ വിശേഷിപ്പിക്കാൻ അതിൻ്റെ കൂടെ ചേർക്കുന്ന അപൂർണ ക്രിയ ഏത്? നാമത്തെ വിശേഷിപ്പിക്കാൻ അതിൻ്റെ കൂടെ ചേർക്കുന്ന അപൂർണ ക്രിയ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പേരച്ചം. നാമത്തെ വിശേഷിപ്പിക്കാൻ അതിൻ്റെ കൂടെ ചേർക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം. അടുത്തത്, വട്ടം പ്ലസ് ചട്ടി ഈക്വൽ ടു വട്ടച്ചട്ടി. സന്ധി ഏത്? വട്ടം പ്ലസ് ചട്ടി, വട്ടച്ചട്ടി എന്നുള്ളതിൻ്റെ സന്ധി എന്നറിയപ്പെടുന്നത് ദ്വിത്വസന്ധി. ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദ്വിത്വസന്ധിയാണ്. വട്ടം പ്ലസ് ചട്ടി
വട്ടച്ചട്ടി എന്നുള്ളത് ദിത്വസന്ധി എന്നാണ് അതിൻ്റെ സന്ധി വരുന്നത്. അടുത്തത് തെറ്റായ രൂപം ഏത്? ഈ തന്നിരിക്കുന്നതിൽ തെറ്റായ രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, മടയത്വം എന്നാണ് ആൻസർ വരുന്നത്. മടയത്വം. ബാക്കിയുള്ളതെല്ലാം ശരിയായതാണ്. അസ്വരത്വം, അതുപോലെ മൃഗത്വം, പുരുഷത്വം എന്നിവയെല്ലാം കറക്റ്റായതാണ്. തെറ്റായത് മടയത്വം മാത്രമാണ്. അടുത്തത് ശബ്ദാലങ്കാരത്തിന് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ശബ്ദാലങ്കാരത്തിന് ഉദാഹരണമായി വരുന്നത് ഏത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ശബ്ദാലങ്കാരത്തിന് ഉദാഹരണമായി വരുന്നത് ഇവയെല്ലാമാണ്. അടുത്തത് ഭേദകം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഭേദകം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത് ഏതാണ്? വിശേഷണമാണ്. ഭേദകം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത് വിശേഷണമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായി വരുന്നത്. അടുത്തത് മെത്രാൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെത്തിയത്? മെത്രാൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെത്തിയത്? ആൻസർ ഓപ്ഷൻ എ, ഗ്രീക്ക്. മെത്രാൻ എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെത്തിയത്. അടുത്തത് അക്കരെ പറ്റുക എന്ന ശൈലിയുടെ അർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ എ, കാര്യം സാധിക്കുക. അക്കരെ പറ്റുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്നത് ആൻസർ ഓപ്ഷൻ എ, കാര്യം സാധിക്കുക എന്നാണ്. അടുത്തത് അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, ആത്മകഥ. അരങ്ങു കാണാത്ത നടൻ എന്ന കൃതി ആത്മകഥ സാഹിത്യ വിഭാഗത്തിലാണ് വരുന്നത്. അടുത്തത് ജലത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? ജലത്തിൻ്റെ പര്യായ പദമല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി, വഹ്നി. വഹ്നിയാണ് ജലത്തിൻ്റെ പര്യായ പദമല്ലാത്തത്. ബാക്കിയുള്ളതെല്ലാം പര്യായ പദങ്ങളാണ്. അതായത് നീർ, വാരി, അമ്പു എന്നിവയെല്ലാം ജലത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അടുത്തത് മൂവാണ്ട് സമാസം ഏത്? മൂവാണ്ട് എന്നതിൻ്റെ സമാസം ഏത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, ദിഗു. ദിഗു എന്നാണ് മൂവാണ്ടിൻ്റെ സമാസം. അടുത്തത് ഗദ്യവും പദ്യവും ഇടകലർന്ന കാവ്യരൂപം ഏത്? ആൻസർ ഓപ്ഷൻ ബി, ചമ്പു. ഗദ്യവും പദ്യവും ഇടകലർന്ന കാവ്യരൂപമാണ് ചമ്പു. അടുത്തത് മാസപ്പടി മാതുപ്പിള്ള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? മാസപ്പടി മാതുപ്പിള്ള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? ആൻസർ ഓപ്ഷൻ എ, വേളൂർ കൃഷ്ണൻകുട്ടി. മാസപ്പടി മാതുപ്പിള്ള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വേളൂർ കൃഷ്ണൻകുട്ടിയാണ്. അടുത്തത് ക്രിയാധാതു, വിധി, ശീലം മുതലായ വിശേഷങ്ങളെ കാണിക്കുന്നതാണ്. അതായത് ക്രിയാധാതു, വിധി, ശീലം മുതലായ വിശേഷങ്ങളെ കാണിക്കുന്നത് ഏത് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, വിധായക പ്രകാരം. വിധായക പ്രകാരമാണ് ക്രിയാധാതു, വിധി, ശീലം മുതലായ വിശേഷങ്ങളെ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് LDCയുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള, അതുപോലെ തന്നെ LGSനുമായി ബന്ധപ്പെട്ടും ചോദിക്കാൻ ചാൻസുള്ള മലയാളവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. മോക്ക് ടെസ്റ്റാണ് നോക്കിയത്. PSC ബുള്ളറ്റിൻ ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടുകളായി വീണ്ടും കാണാം.